അപ്പോൾ പനി ഏത് തരം പനിക്കാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് യൂഷ്വലി സജസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞങ്ങൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് ആദ്യം. അതെ. ഏത് അസുഖത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം? കൊടുക്കണം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അസുഖമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടി വരുന്നു, പനിയായിട്ട് വരുന്നു. ഉം. പനിയാണല്ലോ ആദ്യത്തെ കൺസേൺ. അതെ. ഡോക്ടറെ അടുത്ത് എത്തി. ഡോക്ടർ പാരസ്റ്റമോൾ എഴുതുന്നുണ്ട്. പക്ഷേ ഉം. ഡോക്ടറെ ഉള്ളിൽ പോകുന്ന ചിന്ത ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് പനി പനിക്കുന്നത്. വന്ന് അതെ. അപ്പോൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷനോട്ട് പോകും. ഡോക്ടർ ആ കുട്ടീനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അടുത്ത ചോദ്യം ചോദിക്കും. ഉം. ഡോക്ടർ ആദ്യം ചോദിക്കും ചുമയുണ്ടോ. ഉം. ചുമയുണ്ട നമുക്ക് ഉദ്ദേശം കിട്ടി. ആ ചുമയുണ്ടെങ്കിൽ അവിടെ ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്. ലൂസ് മോഷൻ ഉണ്ടോ, ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്. കുട്ടിക്ക് മേല് പനിയുണ്ടോ, അതോ സാധാ ജലദോഷ പനിയാണോ. മാത്രം ഓക്കെ. അപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഞങ്ങളെല്ലാം ആദ്യം ചെയ്യുന്നത് കുട്ടിയുടെ ശരീരം 8 ഫുട്ട് തല മുതൽ കാല് വരെ ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ പനിക്കുന്നത്, ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കും. ലൂസ് മോഷൻ, ഛർദി, പനി, എല്ലാ കാരണങ്ങളും ചോദിച്ച് കാലിൽ പഴുപ്പുണ്ടോ, ഓക്കെ. എവിടെയെങ്കിലും പഴുപ്പുണ്ടാവും, ചിലപ്പോൾ ഈ പനി അതിൻ്റെ കാരണമായിരിക്കും. ആഹാ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കുക. ഓക്കെ. ഓക്കെ. അപ്പോൾ ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ജലദോഷം വന്ന് പനി വന്ന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്നില്ല. ഇല്ല. ആഹാ. സാധാ ജലദോഷപ്പനി ആയിരിക്കും, അതിനെന്തിനാ ആൻറ്റിബയോട്ടിക്. അതെ. വൈറൽ മാക്സിമം 60% വൈറൽ പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഉം. 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 ഈ 60% വൈറൽ പനിക്ക് എന്തിനാ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അത് അതിൻ്റെ സമയം ആ പാരസ്റ്റമോൾ കൊടുക്കുക, ബുദ്ധിമുട്ടുകളെ ചികിത്സിക്കുക. ഓക്കെ. ഇപ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ ജലദോഷം ചികിത്സിക്കുക, മൂക്കടപ്പുണ്ടെങ്കിൽ മൂക്കടപ്പിന് ചികിത്സിക്കുക. കുട്ടി ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കുന്ന രീതിയിൽ ചെയ്യുക, അതെ. ഭക്ഷണം ചെയ്യുക. നമ്മൾ ഛർദ്ദിക്കുന്ന ഛർദ്ദിയുടെ കുറക്കുക. ആഹാ. ചിലപ്പോൾ ഫ്ലൂയിഡ് വേണ്ടി വരും, ഓക്കെ. ടൈഡ് ഹൈഡ്രേറ്റ് ചെയ്യേണ്ടി വരും. അതിന് അവിടെ ഒന്നും ആൻറ്റിബയോട്ടിക്കിന് ആവശ്യമില്ല. ആവശ്യമില്ല. ഇവിടെ എല്ലാം വൈറൽ ഫീവറിനെ ചികിത്സിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക് വേണ്ടി വരെ പഴുപ്പുകൾ കാണാം. ഇപ്പോൾ പഴുപ്പുകൾ കാണാം, തൊണ്ട പഴുപ്പ്, ന്യൂമോണിയ, നമ്മൾ സ്ഥിത്ത് വെച്ചാൽ തന്നെ കാണും. ന്യൂമോണിയ, ചെസ്റ്റിൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കാണും. വേണ്ട, നമ്മൾ കുട്ടിയുടെ വയറ് ലൂസ് മോഷൻ കാണാൻ ചോര കാണുന്നു, ബ്ലഡ് കാണുന്നു, കാലിലൊരു പഴുപ്പ് കാണുന്നു. ഇവിടെയൊക്കെ ആൻറ്റിബയോട്ടിക് വേണം. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് എല്ലാം ഒന്നല്ല. ഓരോ കണ്ടീഷനും ഓരോ കണ്ടീഷനും വേറെ വേറെ ആൻറ്റിബയോട്ടിക്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ പ്രാക്ടീസിൽ അമ്മമാർ പ്രത്യേകിച്ച് വന്ന് ചോദിക്കും, ഡോക്ടറെ ആൻറ്റിബയോട്ടിക് ഇല്ലേന്ന്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക്. കാരണം സാധാ ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞൊരു കുട്ടിക്ക് പനി പോലും ഉണ്ടാവില്ല. ഒരു പനി പോലും ഉണ്ടാവില്ല, മൂക്കടഞ്ഞ് കുട്ടിക്ക് ബുദ്ധിമുട്ട്. അത് കഫക്കെട്ടാണ് നാട്ടിൽ. നമ്മുടെ നാട്ടിൽ കഫക്കെട്ട് പറയും, അങ്ങനെ വടക്കിൽ കുറുകുറുപ്പ്. ഈ 2 വാക്ക് ഉപയോഗിക്കുന്ന ആൾ. ഈ കുറുകുറുപ്പും കഫക്കെട്ടും 2 രീതിയിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. 1 മൂക്കടപ്പ് ജലദോഷം ഉമ്മ പറയുന്നു, 2 ഡോക്ടറെ ആൻറ്റിബയോട്ടിക് ചെയ്യുന്നതാണ് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധം വരണം. അപ്പോൾ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഈ ആൻറ്റിബയോട്ടിക് അനാവശ്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കില്ല അതിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉമ്മമാർ വന്ന് ചോദിക്കും, ഡോക്ടറെ പനിയുണ്ട്, നല്ല കടുത്ത പനിയാണ്, ഡോക്ടർ ആൻറ്റിബയോട്ടിക് തരില്ലേ. ഡോക്ടർ ആൻറ്റിബയോട്ടിക് ഒക്കെ തരാം, അസുഖം എന്നതാ കണ്ടുപിടിച്ചതിന് ശേഷം. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അമോക്സിസിലിൻ, ക്ലാവനിക് ആസിഡിൻ്റെ മോക്സ് സിറപ്പ്, ഇതിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൻ്റെ വാതിൽ വെക്കണം. ഫ്രിഡ്ജിൻ്റെ വാതിൽ വെച്ചിട്ട് അതിൻ്റെ മരുന്ന് കേടുവരാത്ത, ഇപ്പം ഫ്രിഡ്ജിൻ്റെ വാതിൽ വെച്ചില്ലെങ്കിൽ അതിൻ്റെ കളർ തന്നെ മാറും. വെള്ളം മാറി മഞ്ഞ കളർ മാറും, ഓക്സിഡൈസ് ചെയ്ത് പോകും ക്ലാവനിക് ആസിഡ്. അപ്പോൾ മോക്സ് മാത്രമേ പോകും. അപ്പോൾ അത് കേടുവരായിരിക്കും, ഫ്രിഡ്ജിൻ്റെ വാതിൽ വെക്കും. ഇതൊന്നും പ്രോപ്പർലി സൂക്ഷിക്കുന്നുണ്ടാവില്ല. കുട്ടിക്ക് ഇങ്ങനെ പനി വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു, ആൻറ്റിബയോട്ടിക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറി. ഇനി ആൻറ്റിബയോട്ടിക് എന്തിനാ, ഇനി ഡോക്ടർ എന്തിനാ, മരുന്ന് എന്തിനാ ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് ജനങ്ങളുടെ നിന്ന് പോകണം. ജനങ്ങൾ ഡോക്ടർ ചോദിക്കും, ഡോക്ടർ എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് പനി, തൊണ്ട പഴുപ്പുണ്ടോ, ന്യൂമോണിയ ഉണ്ടോ, ലൂസ് മോഷൻ, അതിൽ ചോരയും കഫം ഉണ്ടോ, അല്ലെങ്കിൽ കാലിൽ പഴുപ്പുണ്ടോ, ഒരു കാരണം കണ്ടെത്തണം. അത് ഡോക്ടർ എന്തായാലും ചെയ്യും. ഡോക്ടർ അതിനായിരിക്കുന്നത്. ഡോക്ടർ ബുദ്ധിമുട്ടുകൾ കാണാനായിരിക്കുന്നത്, അല്ലാതെ പാരസ്റ്റമോൾ എഴുതാനല്ല ഇരിക്കുന്നത്, ചുമയ്ക്ക് മരുന്ന് എഴുതാനല്ല ഇരിക്കുന്നത്. ഡോക്ടർ ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് ഇന്ന സ്ഥലത്ത് അസുഖമുണ്ട്, ഇതിന് ഇന്ന കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് വേണം, ഇത്ര നാൾ കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് തൊണ്ടവഴുപ്പായിട്ടൊരു കുട്ടി വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് 10 days, 7 to 10 days, കാരോസ്റ്റേറ്റ് കൂടി ഒഴിവാക്കാൻ വേണ്ടി 10 days കൊടുക്കും. ചെവി വഴുപ്പാണെങ്കിൽ 10 days ചെവിയിൽ മരുന്ന്, 7 ദിവസം മുതൽ 10 ദിവസം വരെ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ഈ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ സൂചിയായിട്ട് കൊടുക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക്സ്. പക്ഷേ ഇത് കൃത്യമായിട്ട് എടുക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഇത് കാരണം കൊണ്ട് ഭാവിയിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നത്തിലോട്ട് പോകും. നമ്മളെല്ലാവരും പ്രശ്നമുണ്ടാകും. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ പ്രശ്നമുള്ള ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു മരുന്നും ഏൽക്കാതെ ആവും. ഏക്കാതെ ബോഡിയിൽ. ഇപ്പം എത്ര നമ്മുടെ പെൻസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് എന്ന് വന്നതാ നമ്മൾ അത് ഏൽക്കാത്ത രീതിയിലോട്ട് പോകും. പോക്കും അതിൻ്റെ എഫക്റ്റ് ബോഡിയിൽ എഫക്റ്റ് നഷ്ടപ്പെടും. നമ്മുടെ സമൂഹത്തിലെല്ലാം വരും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഓക്കെ ഓക്കെ ഓക്കെ.